ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരാനിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രചാരണ പരിപാടികളൊക്കെ? അല്ല, തെരഞ്ഞെടുപ്പിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരാത്തത് കൊണ്ട് തന്നെ MP എന്നുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആ MP-യുടെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ന് ട്രൈബൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ താമസിച്ച് പഠിക്കുന്ന കുട്ടികൾ 60 പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ട്രൈബൽ ഹോസ്റ്റലിൽ 52 ലക്ഷം രൂപയുടെ ഡിജിറ്റൽ ലൈബ്രറി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. 3 PHC-കളിലേക്കുള്ള പഞ്ചായത്തുകളിലേക്കുള്ള ആംബുലൻസ് ഇന്ന് കൈമാറിയത്. അങ്ങനെയുള്ള SRV സ്കൂളിൻ്റെ മറ്റൊരു വികസന പദ്ധതി, അങ്ങനെ പരിപാടികൾ MP-യുടെ ഉത്തരവാദിത്വവും അതോടൊപ്പം തന്നെ ക്യാമ്പയിനും കൊണ്ടു നടക്കുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ ഇന്നലെ രാവിലെ 5 മണിക്ക് മുനമ്പത്തുനിന്ന് ഫിഷിംഗ് ഹാർബറിൽ നിന്ന് ആരംഭിച്ചു ആയിരമ്പലം വരെ എല്ലാ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസിലും കയറി. ഉച്ചയ്ക്ക് ശേഷം കളമശ്ശേരി നിയോജകമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് കയറുന്ന പ്രക്രിയയായിരുന്നു. തെരഞ്ഞെടുപ്പ് വളരെ സജീവമായി അതിൻ്റേതായ രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് ആർക്കും ഡേറ്റിനെ കുറിച്ചൊരു ധാരണയില്ലാത്തതുകൊണ്ട് എത്ര കോമ്പാക്റ്റായി അത് നടത്താൻ പറ്റും എന്നുള്ള ഒരു വിഷയം നിലവിലുണ്ട്. ഹൈബിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പാരമ്പര്യം അല്ലെങ്കിൽ ചരിത്രം നോക്കുകയാണെങ്കിൽ ലോക്സഭയിലേക്ക് നിയമസഭയ്ക്ക് മത്സരിച്ച തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ജയിച്ചു. അപ്പോൾ ഇത്തവണ കോൺഗ്രസിൻ്റെ കോട്ടയായ ഒരു മണ്ഡലത്തിൽ അനായാസം ചെയ്യാൻ തന്നെയാണോ ലക്ഷ്യമിടുന്നത്? അല്ല, ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട്. ചെല്ലുന്ന സ്ഥലങ്ങളിൽ ജനങ്ങളിൽ നിന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണം ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഈ രാജ്യത്ത് നിലനിൽക്കണം, ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഈ രാജ്യത്തിൻ്റെ മതേതര മുഖവും ജനാധിപത്യ മൂല്യങ്ങളും സ്ഥാപനങ്ങളും എല്ലാം തകരാതിരിക്കണമെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു എന്നുള്ള ചോദ്യത്തിനെല്ലാം ഉത്തരം CAA പോലുള്ള ഭരണഘടനാ വിരുദ്ധമായ, മണിപ്പൂർ പോലുള്ള ജനാധിപത്യ ഹിംസ നടക്കുന്ന, കൂട്ടക്കുരുതി നടക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് കോൺഗ്രസ് അധികാരത്തിൽ വരേണ്ടത്, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടത് എന്ന സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെക്യുലർ ഫാബ്രിക് ഇന്ത്യയുടെ നിലനിർത്താൻ വീണ്ടും കോൺഗ്രസ് മുന്നേറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന, കാംക്ഷിക്കുന്ന, എന്നാൽ വികസനകാംക്ഷികളായിട്ടുള്ള എറണാകുളത്തെ ജനങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനവും കൂടി വിലയിരുത്തി വോട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുക. എതിർ സ്ഥാനാർത്ഥി KJ ഷൈൻ തങ്ങൾക്ക് മുൻപേ തന്നെ പരിചയമുള്ളതാണ്. അപ്പോൾ ഒരു എതിർ സ്ഥാനാർത്ഥിയുടെ നേരത്തെ പരിചയമുള്ള വ്യക്തിയായതുകൊണ്ട് തന്നെ അവരോടൊരു തെരഞ്ഞെടുപ്പിൽ അവർ എങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത്? അല്ല, തെരഞ്ഞെടുപ്പിനെ ഞാൻ പറഞ്ഞല്ലോ, ഷൈൻ, ഹൈബി എന്നുള്ള വ്യക്തികൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. അവർ പ്രതിദാനം ചെയ്ത ഐഡിയോളജി തന്നെയാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. എറണാകുളത്തിൻ്റെ വികസന രാഷ്ട്രീയവും ഈ കാലഘട്ടത്തിൽ CPM-നെതിരെ ഒരു ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള വലിയ ജനരോക്ഷം ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം P. രാജീവായിരുന്നു ഏറ്റവും പരിണിതപ്രജ്ഞനായ, പരിചയസമ്പന്നനായിരുന്ന CPM-ൻ്റെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്നു. അപ്പോൾ ഇവിടെ ആശയങ്ങൾക്കാണ് പ്രസക്തി, ഇവിടെ രാഷ്ട്രീയത്തിനാണ് മുൻതൂക്കം, ഇവിടെ വികസനവും. എന്നെ സംബന്ധിച്ചൊരു പാർലമെൻറ്റേറിയൻ കഴിഞ്ഞ 5 വർഷം എന്ത് ചെയ്തു ജനങ്ങൾക്ക് വേണ്ടി എന്ന ചോദ്യത്തിനുള്ള മറുപടി കൂടിയായി ഈ തെരഞ്ഞെടുപ്പ് മാറും. അവസാനമായി ഈ തെരഞ്ഞെടുപ്പിൽ ഹൈബി മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഹൈബി ചെയ്ത വികസനങ്ങൾ, ഹൈബിയുടെ ഒരു പ്രോഗ്രസ് കാർഡ് തന്നെയല്ലേ മുന്നോട്ട് വയ്ക്കുന്നത്? തീർച്ചയായിട്ടും വികസനം ചർച്ച, എറണാകുളത്ത് വികസനം ഇല്ലാതെ ഒരു രാഷ്ട്രീയം, ഒരു തെരഞ്ഞെടുപ്പ് ചർച്ച ഇല്ലല്ലോ. 5 വർഷം എന്താണ് ഞാൻ ഈ മണ്ഡലത്തിന് വേണ്ടി ചെയ്തത്? MP ഫണ്ട് ചെലവഴിച്ചത് മുതൽ നിരവധിയായിട്ടുള്ള മറ്റ് പദ്ധതികളിൽ, ഇപ്പോൾ MP ഫണ്ട് ചെലവഴിച്ചതിനെക്കുറിച്ച് തന്നെ ഒരുപാട് ആശങ്കകൾ പലപ്പോഴും ഉയരാറുണ്ട്, തെറ്റായ ധാരണകൾ പരത്താറുണ്ട്. എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 5 വർഷക്കാലം ഒരു MP-ക്ക് ലഭിച്ച ഫണ്ട് കൂടാതെ മുൻ MP ആയിരുന്ന പ്രൊഫസർ KV തോമസിൻ്റെ 4.88 കോടി രൂപയും കൂടി നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ടെന്യൂറിലുള്ള ഫണ്ട് പോലും നമ്മൾ പൂർണ്ണമായി ചെലവഴിക്കാനുള്ള പരിശ്രമത്തിലാണ്. അപ്പോൾ അതെല്ലാം ജില്ലാ പ്ലാനിംഗ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് വിശദാംശങ്ങൾ ലഭിക്കും. അതുകൂടാതെ ഒരുപാട് മറ്റു മേഖലകളിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ, റീച്ച് ഔട്ട് പ്രോഗ്രാംസ് ഒത്തിരി ഉണ്ട് എറണാകുളത്ത്. റെയിൽവേ, നാഷണൽ ഹൈവേ വികസനം ഈ കാലഘട്ടത്തിൽ ഒരുപാട് നടന്നിട്ടുണ്ട്. അതെല്ലാം ചർച്ച ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഏതായാലും ഹൈബീഡിൻ്റെ പ്രചാരണ പരിപാടികൾ അങ്ങനെ വേഗത്തിൽ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ് കാർഡ് തന്നെയാണ് അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. ബേസിൽ ജോർജിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1, കൊച്ചി.